എന്താണ് എക്ടോപിക് പ്രഗ്നൻസി അഥവാ ട്യൂബൽ പ്രഗ്നൻസി? സാധാരണയായി ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ് അണ്ഡാശയത്തിൽ നിന്ന് ഫെല്ലോപ്പിയൻ ട്യൂബ് വഴിയാണ് ഗർഭപാത്രത്തിൽ എത്തുന്നത്. അങ്ങനെ എത്തിപ്പെടുന്ന ഈ എഗ്ഗ് ഗർഭപാത്രത്തിൻ്റെ ഒരു സൈഡിൽ, ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് അതിൻ്റെ ഒരു ലൈൻ, ഒരു ഭിത്തിയിൽ അതിങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അവിടെ ഒട്ടിച്ചേർന്ന് അത് അവിടെ ഇരുന്ന് ഗ്രോ ചെയ്യുന്നതാണ് നോർമലായിട്ട് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിലുള്ള ഒരു വളർച്ചാ ഘടകം. അങ്ങനെയാണ്. സോ ഞാൻ പറഞ്ഞല്ലോ ഫെല്ലോപ്പിയൻ ട്യൂബ് വഴിയാണെന്ന്. അതുകൊണ്ട് തന്നെ എക്ടോപിക് പ്രഗ്നൻസിക്ക് മോർ ചാൻസസ് ഉണ്ട്. കാരണം ഈ അണ്ഡാശയത്തിൽ നിന്ന് ഫെല്ലോപ്പിയൻ ട്യൂബ് വഴി വരുന്ന എഗ്ഗ് പൂർണ്ണമായിട്ടും എല്ലായ്പ്പോഴും ഇത് നമ്മുടെ യൂട്രസിൽ തന്നെ എത്തിച്ചേരണമെന്നില്ല. അങ്ങനെ വരുന്ന അവസ്ഥയിൽ ഇത് ഫെല്ലോപ്പിയൻ ട്യൂബിൽ തന്നെ സ്റ്റക്കായി പോവുകയും അവിടെ ഇരുന്ന് ഗ്രോ ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഗർഭപാത്രത്തിന് വെളിയിൽ, ഇറ്റ് മേ ബി നമ്മുടെ സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ നമ്മുടെ പെൽവിക്സിലോ ഒക്കെ ഈ എഗ്ഗ് വന്ന് പ്ലേസ് ആവുകാനും അങ്ങനെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എക്ടോപിക് പ്രഗ്നൻസി. സോ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂട്രസ് ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പം ഇത് ഈ പോർഷനാണ് നമ്മുടെ യൂട്രസ് എന്ന് വെച്ചു. അപ്പം അതിൻ്റെ മേളിൽ ഈ രണ്ട് കൈ ഉണ്ടല്ലോ, ഇതുപോലെ രണ്ട് കൈ പോലെ ഉണ്ട് ആ യൂട്രസിൻ്റെ മേളിലും. സോ ഇതിന് പറയുന്ന പേരാണ് ഫെല്ലോപ്പിയൻ ട്യൂബ്സ്. സോ ഈ ഫെല്ലോപ്പിയൻ ട്യൂബ്സ് വഴി അതിങ്ങനെ വന്ന് ഈ യൂട്രസിൻ്റെ ഭിത്തിയിലാണ് അത് അറ്റാച്ച് ആവുന്നത്. സോ ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് വരാതിരിക്കുകയും ഇവിടെ തന്നെ ഇരിക്കുകയും എന്നിട്ട് അവിടെ ഗ്രോ ആയി വരുന്നതിനെ പറയുന്ന പേരാണ് എക്ടോപിക് പ്രഗ്നൻസി. ഈ അവസ്ഥ ഇത് ശരിക്കും ഇച്ചിരി ക്രിട്ടിക്കലായ ഒരു കണ്ടീഷനാണ്. സോ നമുക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർമാർ പറയുന്നതനുസരിച്ച്, അതായത് അവർ ചെക്കപ്പിന് പറയുന്ന സമയത്ത് കൃത്യമായി നമ്മൾ പോയി ചെക്കപ്പ് ചെയ്യുകയും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ തുടക്കത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മളൊരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് പോസിറ്റീവ് കാണിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഇതിൻ്റെ ഈ എഗ്ഗിൻ്റെ ഓരോ വളർച്ചയിൽ മാത്രമാണ് ഇതിൻ്റെ കറക്റ്റ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത് കൃത്യമായ മെഡിക്കൽ ചെക്കപ്സ് നമ്മൾ നടത്തണം. അതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. പിന്നെ അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആരും ഇതങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു പ്രഗ്നൻസി പ്രൊമോട്ട് ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അമ്മയ്ക്ക് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ചിലപ്പം മരണത്തിലേക്ക് വരെ എത്തിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അധികം അവർ പ്രൊമോട്ട് ചെയ്യാറില്ല. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്നത്തെ ഈ എക്ടോപിക് പ്രഗ്നൻസിയെ കുറിച്ച് പറയാനുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.